മികവില്ലാത്തതിന്റെ പേരിൽ ടീമിൽ നിന്നും തഴയപ്പെട്ട സ്റ്റീപ്പിൾ ചേസ് താരം സുധാ സിംഗും ലോക ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കാതിരുന്ന സുധയെ അത്ലറ്റിക് ഫെഡറേഷൻ പ്രത്യേക സമ്മർദ്ദം ചെലുത്തി ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. വൈകി അയക്കുന്ന എൻട്രികൾ രാജ്യാന്തര ഫെഡറേഷൻ സ്വീകരിക്കില്ലെന്നുമായിരുന്നു ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ നിലപാട്. ചിത്രയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധി അനുസരിക്കാൻ മടിച്ചതും ഈ വാദം ഉന്നയിച്ചാണ്. എന്നാൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ സ്വർണമാണ് എൻട്രി നൽകിയപ്പോൾ സുധാ സിംഗിന്റെ യോഗ്യതയായി ഫെഡറേഷൻ അവതരിപ്പിച്ചത്. ഇതേ മത്സരത്തിൽ സ്വർണ്ണ ജേതാവായിരുന്നു ചിത്രയും. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകളുടെ പേരുകൾ ഇന്നലെ രാത്രി രാജ്യാന്തര ഫെഡറേഷൻ പുറത്തുവിട്ടതോടെയാണ് ഫെഡറേഷന്റെ കള്ളക്കളി വെളിച്ചത്തായത്. PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക്സിൽ പങ്കെടുക്കാനാകുമോ എന്ന് നാളെ അറിയാം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അനുകൂല മറുപടി നൽകിയാൽ ചിത്രയ്ക്ക് ലണ്ടൻ ടിക്കറ്റ് നൽകുമെന്ന് ഫെഡറേഷൻ സെക്രട്ടറി അറിയിച്ചു. ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രതികൂല നിലപാട് സ്വീകരിച്ചാലും ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചെന്ന് അവകാശപ്പെടാനാണ് ദേശീയ ഫെഡറേഷന്റെ തീരുമാനം. ക്യാമ്പയിൻ ഉൾപ്പെടെ ഉയർന്ന വൻ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നിലപാട് മാറ്റത്തിന് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ തയ്യാറായത്. ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും ഈ സാഹചര്യത്തിൽ PU ചിത്രയ്ക്ക് അത്ലറ്റിക്സിൽ പങ്കെടുക്കാൻ അവസരം നൽകണമെന്നും ലോക അത്ലറ്റിക്സ് ഫെഡറേഷനോട് ദേശീയ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഔദ്യോഗിക ഇമെയിലിന് തിങ്കളാഴ്ച രാവിലെയോടുകൂടി മറുപടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഫെഡറേഷൻ സെക്രട്ടറി CK വത്സൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ചിത്രയ്ക്ക് യോഗ്യത ഉണ്ടായിരുന്നുവെന്നും സാങ്കേതിക പ്രശ്നങ്ങളാൽ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെന്ന് ഫെഡറേഷന് ലോക അത്ലറ്റിക്സ് ഫെഡറേഷനോട് ആവശ്യപ്പെടാമായിരുന്നുവെങ്കിലും നേരത്തെ ഈ നീക്കത്തിന് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ മുതിർന്നില്ല. എന്നാൽ ഒടുവിലത്തെ നിലപാടുമാറ്റം ചിത്രയുടെ അവസര സാധ്യത വീണ്ടും ശക്തമാക്കി. ഹൈക്കോടതി ഉത്തരവിനെതിരെ എതിർ അപ്പീൽ നൽകരുതെന്ന് കേന്ദ്ര കായിക മന്ത്രിയും ഫെഡറേഷനോട് നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 4-നാണ് PU ചിത്രയുടെ 1500 മീറ്റർ മത്സരം. 5 ദിവസം മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ ഓരോ മണിക്കൂറും ചിത്രയ്ക്ക് നിർണായകമാണ്. നേരത്തെ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നും ഫെഡറേഷന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വിജയ് ഗോയൽ അറിയിച്ചിരുന്നു. എന്നാൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസിലെത്തവേ ദിവസങ്ങൾക്ക് മുമ്പേ അധ്യക്ഷൻ അതിൽ സുമരവള മുംബൈയിലേക്കും സെക്രട്ടറി CK വത്സൻ ചെന്നൈയിലേക്കും ചില സ്വകാര്യ പരിപാടികൾക്ക് പോയി എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ചിത്രയുടെ കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റി ചുമതല കൂടിയുള്ള ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെ വിമർശനം ശക്തമായതിനൊടുവിൽ കൂടിയാണ് നീതി നടപ്പാക്കാൻ ഫെഡറേഷൻ ഒരുങ്ങിയത്. ഇനി ലോക അത്ലറ്റിക്സ് ഫെഡറേഷന്റെ തീരുമാനത്തിനായി കാത്തിരിക്കാം. ദിവസങ്ങൾ വൈകിച്ച നിലപാട് മാറ്റത്തിനുള്ള ഈ തീരുമാനം നേരത്തെ കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ആശങ്കകൾക്ക് വഴിവെക്കാതെ PU ചിത്രയ്ക്ക് ലണ്ടനിലേക്ക് പറക്കാമായിരുന്നു. ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം മനുശങ്കർ, ദില്ലി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് RSS പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഇന്ന് BJP ഹർത്താൽ. ഇന്നലെ രാത്രിയാണ് ശ്രീകാര്യം സ്വദേശി രാജേഷ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് പിന്നിൽ CPM ആണെന്നാണ് BJP ആരോപണം. എന്നാൽ യുവാവ് വെട്ടേറ്റ് മരിച്ച സംഭവവുമായി CPM-ന് ബന്ധമില്ലെന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ ചേരുന്നുണ്ട്. സുനിൽ, ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റു വിവരങ്ങൾ കൂടി. സ്വാമി, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് RSS പ്രവർത്തകൻ വെട്ടേറ്റ് മരണമടഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം BJP ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഹർത്താൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ശ്രീകാര്യത്ത് RSS പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചത്. ശ്രീകാര്യം ഇടവക്കോട് സ്വദേശി RSSന്റെ കാര്യവാഹക കൂടിയായ രാജേഷാണ് മരിച്ചത്. രാജേഷിന്റെ ഇടതു കൈ വെട്ടിമാറ്റി റോഡിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. ഇതിനുശേഷം ഗുരുതരാവസ്ഥയിൽ രാജേഷിനെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എങ്കിലും രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മണിക്കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ട ആക്ട് പ്രകാരം ശിക്ഷിച്ചിട്ടുള്ള മണിക്കുട്ടൻ എന്ന് പറയുന്ന ആളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ CPM-ന് പങ്കില്ല എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇത് ഗുണ്ട പക എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ് ഒരു വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് BJP ഇന്ന് ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഹർത്താലിന്റെ ഭാഗമായി തന്നെ BJP പ്രവർത്തകർ 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തുന്നുണ്ട്. സംഭവത്തിൽ തലസ്ഥാനത്തുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ തുടങ്ങിയവ കേന്ദ്രീകരിച്ചും വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയുണ്ട്. പോലീസ് പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. സുനിലാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവാവ് വെട്ടേറ്റ് മരിച്ച സംഭവവുമായി CPM-ന് ബന്ധമില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. ഈ സംഭവം
ആ പ്രദേശത്ത് ചില ആളുകൾ തമ്മിലുള്ള വ്യക്തിപരമായ കുടിപ്പകയുടെ ഭാഗമായി ഉണ്ടായതാണ്. കൊലപാതക കേസിലെ പ്രതികളായ ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ ബന്ധവും ഈ കൊലപാതകത്തിനില്ല. ഈ കൊലപാതകവുമായി CPMന് യാതൊരു ബന്ധവുമില്ല. ഇക്കാര്യത്തിൽ ഈ കൊലപാതകത്തെ ഞങ്ങൾ അപലപിക്കുകയാണ്. ഇവിടെ സമാധാനപരമായ ജീവിതം നയിക്കുന്ന ജനങ്ങൾക്ക് എതിരായി ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായി BJP പരിശ്രമിക്കുകയാണ്. അത് ശരിയായതല്ല. ഈ സംഭവവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കാവ്യ മാധവന്റെ സുഹൃത്തുക്കളടക്കം സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേരെ ഇന്നും ചോദ്യം ചെയ്യും. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് പോലീസ് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. അതേസമയം നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അനുബന്ധ കുറ്റപത്രം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. നടി കാവ്യയടക്കം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തെങ്കിലും പൾസർ സുനിയെ അറിയില്ലെന്ന നിലപാടെടുത്തോടെ കാവ്യയുടെ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. സുനി 3 മാസത്തോളം കാവ്യയുടെ ഡ്രൈവറായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കാവ്യയുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുന്നത്. വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചാൽ കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം കാക്കാട്ടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ ഉടമസ്ഥാവകാശം കാവ്യയുടെ അമ്മ ശ്യാമളയുടെ പേരിലായതിനാൽ അവരെയും പോലീസ് ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ഇടവേള ബാബുവിനെയും ദിലീപിന്റെ പഴയ സുഹൃത്തിനെയും ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തിരുന്നു. 2013 അമ്മയുടെ പരിപാടിക്കായി നടത്തിയ റിഹേഴ്സലിനിടെയാണ് സുനിക്ക് ദിലീപ് ആദ്യമായി കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇടവേള ബാബുവിനെ പോലീസ് വിളിപ്പിച്ചത്. അതിനിടെ അപ്പുണ്ണിയോട് തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പൾസർ സുനി അപ്പുണ്ണിയെ നിരവധി തവണ വിളിച്ചതായി ഫോൺ ഡെക്കുകളിൽ വ്യക്തമായിട്ടുണ്ട്. ഗൂഢാലോചനയിൽ അപ്പുണ്ണിക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. സെൻകുമാറിനെതിരെ വീണ്ടും വിജിലൻസിൽ പരാതി. വ്യാജരേഖ ചമച്ച് ചികിത്സാ സഹായം തേടി എന്നാണ് പരാതി. പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വാമി, മുൻ DGP ആയിരുന്ന TP സെൻകുമാറിനെതിരെ വീണ്ടും വിജിലൻസിൽ പരാതി വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ പരാതി ഇതാണ്. അതായത് ഈ DGP സ്ഥാനം നഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ ലീവിൽ പോയിരുന്നു. ഏകദേശം 8 മാസത്തോളം ലീവിലായിരുന്നു സെൻകുമാർ. ഈ സമയത്ത് ഇത്രയും സമയം ലീവ് അനുവദിച്ച് കിട്ടാനുള്ള ഒരു അവസരം വകുപ്പിൽ ഇല്ലായിരുന്നിട്ട് കൂടി ഇദ്ദേഹം ലീവ് എടുത്തിട്ടുണ്ട്. ഇതിന് ചില വ്യാജരേഖകൾ ചമച്ച് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കി എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുകയും അതിൻ്റെ പേരിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യം പറ്റുകയും ചെയ്തു എന്നതാണ് ഈ വിജിലൻസ് പരാതിയിൽ പരാതിക്കാരനായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൗൺസിലർ കൂടിയായിരുന്ന AJ സുക്കാർണോ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് വിജിലൻസ് ഈ TP സെൻകുമാർ വ്യാജരേഖയുണ്ടാക്കി സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച് എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. 8 മാസം മെഡിക്കൽ അവധിയിലായിരിക്കുന്ന നിലയിൽ വ്യാജരേഖയുണ്ടാക്കി സർക്കാരിൽ നിന്ന് ഏകദേശം 8 ലക്ഷം രൂപ അനധികൃതമായി നേടിയെടുക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരൻ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിജിലൻസ് ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ സെൻകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് DYSP ബിജിമോനെ അന്വേഷണം ഏൽപ്പിക്കുകയും പ്രാഥമിക അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഈ പരാതിയിന്മേൽ കേസെടുക്കാൻ കഴിയുന്നതാണ് എങ്കിൽ അത്തരത്തിൽ കേസെടുത്തുള്ള മറ്റു തുടർ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാം TP സെൻകുമാറിനെതിരെ 2 വിജിലൻസ് കേസുകളാണ് നിൽക്കുന്നത്. ഒന്ന്, ഈ കൊച്ചിയിലെ പീഡനത്തിനിരയായ നടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപകീർത്തികരമായിട്ടുള്ള പരാമർശം നടത്തി. രണ്ടാമത്തത്, മതസ്പർദ്ധ വളർത്തും വിധത്തിൽ പരാമർശങ്ങൾ നടത്തി, പ്രസ്താവന നടത്തി എന്നീ ആരോപണങ്ങളിൽ TP സെൻകുമാർ ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം നേരിടുകയാണ്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു വിജിലൻസ് കേസ് വ്യാജരേഖയുണ്ടാക്കി സർക്കാരിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ള തരത്തിൽ വന്നിരിക്കുന്ന ഈ പരാതി. ഈ പരാതിയിന്മേൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സെൻകുമാറിനെതിരെ വീണ്ടും വിജിലൻസിൽ പരാതി. വ്യാജരേഖ ചമച്ച് ചികിത്സാ സഹായം നേടിയെന്നാണ് പരാതി. പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. മെഡിക്കൽ കോഴ വിവാദത്തിൽ RS വിനോദിന്റെ സ്ഥിരീകരണം. സതീഷ് നായർക്ക് 25 ലക്ഷം
രൂപ വാങ്ങി നൽകിയെന്ന് RS വിനോദ്. പ്രാഥമിക അന്വേഷണം നടത്തുന്ന വിജിലൻസ് സംഘത്തിന് മുന്നിലാണ് RS വിനോദിന്റെ മൊഴി. BJP നേതാക്കൾക്കെതിരായ മെഡിക്കൽ കോഴ ആരോപണം സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് വിജിലൻസിന് കിട്ടിയത്. പണമിടപാട് നടന്നതായി പ്രാഥമിക അന്വേഷണം നടക്കുന്ന വിജിലൻസിന് മുമ്പാകെ BJP സഹകരണ സെൽ കൺവീനറായിരുന്ന RS വിനോദ് സമ്മതിച്ചു. കൺസൾട്ടൻസി ഫീസായി 25 ലക്ഷം രൂപ വർക്കല SR മെഡിക്കൽ കോളേജ് ഉടമ R ഷാജിയിൽ നിന്ന് വാങ്ങി ദില്ലിയിലെ സതീഷ് നായർക്ക് കൈമാറിയെന്നാണ് മൊഴി. തന്റെ ബാങ്കിൽ അക്കൗണ്ടുള്ള രാജേഷ് എന്നയാൾ മുഖേനയാണ് സതീഷ് നായരെ പരിചയം. മെഡിക്കൽ കൗൺസിലിന്റെ വാർഷിക ഇൻസ്പെക്ഷന് മുന്നോടിയായാണ് സതീഷ് നായർക്ക് തുക വാങ്ങി നൽകിയതെന്നും മൊഴിയിൽ പറയുന്നു. പണം നൽകിയതായി കോളേജ് ഉടമ SR ഷാജിയും വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. അതേസമയം BJP നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശനും AK നസീറും വിജിലൻസിന് മുന്നിൽ ഹാജരായില്ല. ഒരാഴ്ച കൂടി സമയം വേണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി എറണാകുളം ജില്ലയിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും തൊഴിൽ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി പെരുമ്പാവൂരിലാണ് നടക്കുക. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യം, നിയമപരിരക്ഷ, തൊഴിൽ സംരക്ഷണം തുടങ്ങിയ സാമൂഹ്യക്ഷേമ കാര്യങ്ങൾ ചോദിച്ചറിയാനും പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടവും തൊഴിൽ വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അന്യസംസ്ഥാനക്കാർ ഏറ്റവും കൂടുതലുള്ള പെരുമ്പാവൂരിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന പരിപാടിയിൽ 500ഓളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനായി മെഡിക്കൽ, റവന്യൂ, ലേബർ, നിയമം തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തും. ജോലിക്ക് അർഹമായ വേതനം കിട്ടാതിരിക്കുക, തൊഴിലിടങ്ങളിലെ പീഡനം, ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ തീർപ്പാക്കേണ്ടവ ഉടൻ പരിഹരിക്കുകയാണ് ലക്ഷ്യം. കൂടാതെ സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ ഇവരിലേക്ക് എത്തുന്നുണ്ടോ എന്നും ചോദിച്ചറിയും. സംസ്ഥാനത്ത് ആദ്യമായാണ് അന്യസംസ്ഥാനക്കാർക്കായി ജില്ലാതലത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തുന്നത്. പദ്ധതി ലക്ഷ്യം കണ്ടാൽ മറ്റ് ജില്ലകളിലേക്കും ജനസമ്പർക്ക പരിപാടി വ്യാപിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആന്ധ്ര സ്വദേശി രാമകൃഷ്ണ പ്രസാദിനെയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ബിടെക് ആദ്യവർഷ വിദ്യാർത്ഥി രാമകൃഷ്ണ പ്രസാദിനെയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനലഴിയിൽ തോർത്തുമുണ്ടിൽ കുരുക്കിയ നിലയിലായിരുന്നു മൃതദേഹം. 2 ദിവസം മുൻപാണ് ആദ്യവർഷ വിദ്യാർത്ഥികൾ NIT ക്യാമ്പസിലെത്തിയത്. ഇന്നലെ നടന്ന ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്ത രാമകൃഷ്ണ പ്രസാദ് രാവിലെ 7:30 വരെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തതിൻ്റെ ആദ്യത്തെ ഒരു ഇതായിരിക്കണം, ലാംഗ്വേജ് പ്രോബ്ലം അതിൻ്റെ ആയിരിക്കും. വേറെ സിംറ്റംസ് ഒന്നും കാണുന്നില്ല. നമുക്ക് ഇൻക്വസ്റ്റ് മറ്റേക്ക് പ്രോപ്പറായിട്ടുണ്ട്. ഇനി PMCയിൽ അറിയാൻ കണ്ട് പാർഷ്യൽ ഹാങ്ങിങ് ആണ്. നോട്ടും എല്ലാം ഉണ്ട്. റൂം ക്ലോസ്ഡ് ആയിരുന്നു. നമുക്ക് പാർഷ്യലായിട്ട്. അസ്വാഭാവിക മരണത്തിന് കുന്നമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച വിനായകൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഊരാളി ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് താടിയും മുടിയും വളർത്തിയ ഫ്രീക്കന്മാർ ആട്ടവും പാട്ടുമായി ഒത്തുചേർന്നത്. പരിഷ്കൃത യുവത്വത്തെ കുറ്റവാളികളായി കാണുന്ന പോലീസിന്റെ മുൻധാരണകൾ മാറ്റേണ്ട കാലമായെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. മുടി വളർത്തിയതിന്റെ പേരിൽ പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്ന ആത്മഹത്യ ചെയ്ത വിനായകന് വേണ്ടിയാണ് ഊരാളി ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഫ്രീക്കന്മാർ ഒത്തുചേർന്നത്. താളമിട്ട് ആടിയും പാടിയും ചുവടുകൾ വെച്ചും മരച്ചുവട്ടിൽ ചെറു സംഘങ്ങളായാണ് താടിയും മുടിയും നീട്ടുവളർത്തിയ ചുള്ളന്മാർ പ്രതിഷേധം തീർത്തത്. സ്ത്രീ പുരുഷ ഭേദമന്യേന 100 കണക്കിന് ആളുകൾ പരിപാടിക്ക് ഐക്യദാർഢ്യവുമായി എത്തി. പോലീസിനും സമൂഹത്തിനും പരിഷ്കൃത യുവത്വത്തോടുള്ള കാഴ്ചപ്പാട് മാറേണ്ടതാണെന്ന് ഫ്രീക്കന്മാർ പറഞ്ഞു. മുടി വളർത്തിയവരെല്ലാവരും ഈ കഞ്ചാവ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഈ സാധനം കണ്ടിട്ട് പോലുമില്ല. പിന്നെ അവർക്ക് അറിയാലോ എന്തോ കാരണങ്ങളെന്നൊക്കെ. ആൾക്കാർ വിചാരം ഞങ്ങളെന്തോ ഭീകരവാദികളോ അങ്ങനത്തെ വല്ല ആൾക്കാരാണ് ആൾക്കാർ വിചാരം. കനത്ത പോലീസ് നിരീക്ഷണമാണ് പരിപാടി നടന്ന തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കിയത്. ആട്ടവും പാട്ടും മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ കണ്ടുനിന്ന പോലീസുകാരും അറിയാതെ താളം പിടിച്ചു. രാത്രി വൈകുവോളം ശക്തന്റെ തട്ടകത്തിന് താളക്കൊഴുപ്പ് പകർന്നാണ് ഫ്രീക്കന്മാർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ.
സംസ്ഥാനത്ത് പാലിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ ഈ വർഷം 17% വർധനവ്. ഓണക്കാലത്ത് പാലും പാലുൽപ്പന്നങ്ങളും ബുദ്ധിമുട്ടില്ലാതെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മിൽമ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം അമ്പലത്തറയിൽ പ്രവർത്തിക്കുന്ന മിൽമ ഡയറിക്ക് ഗുണമേന്മയുടെ അന്താരാഷ്ട്ര അംഗീകാരവും കഴിഞ്ഞ ദിവസം ലഭിച്ചതായി മിൽമ ചെയർമാൻ കല്ലട രമേശ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്കായി നവീകരിച്ച മിൽമ ഷോപ്പിന്റെ പ്രവർത്തനവും ഉടൻ തന്നെ അമ്പലത്തറയിൽ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിരികെ വാർത്തയിലേക്ക്. മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് കൊച്ചി മെട്രോയിൽ സൗജന്യ യാത്ര ഒരുക്കി പട്ടികജാതി വികസന വകുപ്പ്. ഇടുക്കി ജില്ലയിലെ 5 പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളാണ് മെട്രോയുടെ യാത്രാ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയത്. പട്ടികജാതി വികസന മന്ത്രി AK ബാലനും കുട്ടികൾക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തു. പച്ചപ്പും മഴക്കാടുകളും നിറഞ്ഞ മലനിരകളിൽ നിന്നും മെട്രോ നഗരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ കുട്ടികൾക്ക് കൊച്ചി മെട്രോ നൽകിയത് പുത്തൻ അനുഭവം. നഗരത്തിന്റെ ആകാശ കാഴ്ചകൾക്കൊപ്പം മെട്രോയുടെ യാത്രാ സൗന്ദര്യം കൂടിയായപ്പോൾ അവർ ആടിയും പാടിയും ആഹ്ലാദഭരിതരായി. കൂട്ടിന് അവർക്കൊപ്പം മന്ത്രി AK ബാലനും എത്തിയതോടെ സന്തോഷം ഇരട്ടി മധുരമായി. ഇടുക്കി ജില്ലയിലെ 5 പ്രീ മെട്രിക് ഹോസ്റ്റലിലെ 5 മുതൽ 10 വരെയുള്ള 178 കുട്ടികൾക്കാണ് പട്ടികജാതി വികസന വകുപ്പ് സൗജന്യ മെട്രോ യാത്ര സമ്മാനിച്ചത്. 128 പെൺകുട്ടികളും 50 ആൺകുട്ടികളും അടങ്ങുന്ന സംഘം പാലാരിവട്ടത്തു നിന്നും ആലുവ വരെയാണ് മെട്രോയിൽ യാത്ര ചെയ്തത്. പ്രീ മെട്രിക് കുട്ടികൾക്കായി കൂടുതൽ യാത്രാ പദ്ധതികൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. അവർക്കൊരു സൗജന്യ വിമാന യാത്ര കൊച്ചി ടു ട്രിവാൻഡ്രം, അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സാംസ്കാരിക സ്ഥാപനങ്ങൾ കാണുന്നതിനുള്ള ഒരു അവസരവും, ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയർ വരെ ഒരു കപ്പൽ യാത്രയും തിരിച്ചിങ്ങോട്ടേക്കുള്ളൊരു കപ്പൽ യാത്രയും. ഇതിനെ സംബന്ധിച്ച് ഒരു പ്രൊജക്ട് കൂടി ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ അലി അസ്ഗർ, ഇടുക്കി പട്ടികജാതി വികസന ഓഫീസർ ടോമി ചാക്കോയും കുട്ടികൾക്കൊപ്പം യാത്രയിൽ അണിചേർന്നു. കൊച്ചി മെട്രോയിലെ ആവേശകരമായ യാത്രയ്ക്ക് പുറമെ കൊച്ചി വിമാനത്താവളവും കണ്ടാണ് കുട്ടികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി മെട്രോയിൽ ചാർജ് കുറയ്ക്കണമെന്ന അഭിപ്രായക്കാരനാണ് താനെന്ന് E. ശ്രീധരൻ. പേട്ടയിലേക്കുള്ള നിർമ്മാണ കരാർ DMRC സ്വകാര്യ കൺസോർഷ്യത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു. മെട്രോ നീട്ടുകയാണെങ്കിൽ അങ്കമാലിയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കും ആവശ്യമാണെന്നും E. ശ്രീധരൻ കൊച്ചിയിൽ പറഞ്ഞു. എൻ്റെ അഭിപ്രായം ആദ്യമൊക്കെ തന്നെ ചാർജ് കുറച്ച് ജാസ്തിയാണ്, കുറയ്ക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. KMRLന്റെ നടത്തിപ്പിലൊന്നും ഞാൻ സാധാരണ ഇന്റർഫിയർ ആയിട്ടില്ല, ഇടപെടാറില്ല. നെടുമ്പാശ്ശേരിയിലും പോകണം, അങ്കമാലിയിലും പോകണം. എയർപോർട്ട് വഴിക്ക് അങ്കമാലി പോയി രണ്ടും ഒപ്പം സാധിക്കുമല്ലോ, അതാ വേണ്ടത്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കെട്ടിട നിർമ്മാണം 2018 മാർച്ചിനകം പൂർത്തീകരിക്കാനാകുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. അടുത്ത അധ്യയന വർഷം പുതിയ അഡ്മിഷൻ ആരംഭിക്കുന്നതിനായി നിർമ്മാണ നടപടികൾ ഊർജിതമാക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. മെഡിക്കൽ ഉപകരണങ്ങൾ, ലാബ്, ഹോസ്റ്റൽ തുടങ്ങിയ സൗകര്യങ്ങളുടെ അപര്യാപ്തതയെ തുടർന്ന് മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരം നഷ്ടമായ ഇടുക്കി മെഡിക്കൽ കോളേജിന് അഡ്മിഷൻ നടത്താൻ കടമ്പകൾ ഏറെയുണ്ട്. അവ മറികടക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അടുത്ത അധ്യയന വർഷം പുതിയ അഡ്മിഷൻ നടത്താൻ സിവിൽ, ഇലക്ട്രിക്കൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. മെഡിക്കൽ കൌൺസിലിന്റെ പരിശോധനയ്ക്ക് മുമ്പായി നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഇവിടെ അഡ്മിഷൻ നൽകിയ 2 ബാച്ച് വിദ്യാർത്ഥികൾക്ക് അവസാന വർഷ പരീക്ഷ ഇവിടെ നിന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജാണോ പഴയ മെഡിക്കൽ കോളേജാണോ എന്നുള്ളത് തികച്ചും സാങ്കേതികമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഡ്മിഷൻ കൊടുത്ത പിള്ളേർക്ക് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും അവർക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. അവരുടെ ഭാവിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങളുടെ എല്ലാ കാലത്തെയും സ്വപ്നമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുന്ന മെഡിക്കൽ കോളേജ് ഉണ്ടാകും. ഈ 2 കാര്യങ്ങളും പൂർത്തീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. 2 കാര്യവും സംഭവിക്കുക തന്നെ ചെയ്യും. 1 ലക്ഷം ചതുരശ്രടി വിസ്തീർണമുള്ള 2 കെട്ടിടങ്ങളാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം വേഗത്തിലാക്കാൻ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കാനും ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും യോഗത്തിൽ തീരുമാനമായി. അവലോകന യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ കളക്ടർ GR ഗോകുൽ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മിസോറാം ലോട്ടറി കേരളത്തിൽ വിൽക്കുന്നത് ക്രമവിരുദ്ധമാണെന്നും ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക്. 2016 CANAG റിപ്പോർട്ട് ഇത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഇന്നു മുതൽ മിസോറാം ലോട്ടറി വിൽക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിൽക്കുന്നത് പിടിച്ചെടുക്കാൻ GST നിയമം അനുസരിച്ച് ആദായ നികുതി വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. മിസോറാം സർക്കാരിൻ്റെതായിട്ടൊരു കത്ത് ലഭിച്ചു ചീഫ് സെക്രട്ടറിക്ക്. അത് സ്വീകാര്യമല്ല. അപ്പം CANAG പറയുന്നത് 25 രൂപ കഴിച്ച് ബാക്കി മുഴുവൻ പണവും
ഇവരുടെ പോക്കറ്റിലേക്കാണ്, നടത്തിപ്പുകാരുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല, ഒരു വലിയ പൊതുക്കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളം പറഞ്ഞ ആരോപണങ്ങളെ മുഴുവനും C&AG അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ മിസോറാം ലോട്ടറി നിരോധിക്കണം. വാർത്ത വിരൽത്തുമ്പിലെത്തിക്കാൻ പുതിയ വാർത്താ ആപ്ലിക്കേഷനുമായി കൈരളി ന്യൂസ് ഓൺലൈൻ രംഗത്ത്. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ കണക്കിലെടുത്ത് കെട്ടിലും മട്ടിലും നൂതന ഭാവത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. 17ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ പുതിയ സംരംഭമായ ആപ്ലിക്കേഷന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കൈരളി കുടുംബത്തിൽ നിന്ന് ഒരു വാർത്താ ആപ്ലിക്കേഷൻ. മലയാളികളുടെ വാർത്താ ശ്രേണിയിലേക്ക് കൈരളി കുടുംബത്തിന്റെ നൂതന സംരംഭമായ കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ കൂടി എത്തുന്നതോടെ വാർത്തകൾ ഇനി ഓരോ മലയാളിക്കും തൊട്ടറിയാം. മാറുന്ന കാലത്തിന്റെ അതിവേഗം മാറുന്ന പ്രസരണ രീതിയിലേക്ക് കൈരളി കൂടി ചുവടുവെക്കുന്നതോടെ മലയാള മാധ്യമലോകത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കൈരളി ഓൺലൈൻ ന്യൂസ് വിഭാഗത്തിന്റെ പുതിയ ആപ്ലിക്കേഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള 5000-ഓളം ആളുകൾ കൈരളി വാർത്തയുടെ ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തത് വരാനിരിക്കുന്ന ഹിറ്റിന്റെ സൂചനയായി മാറി. കോർപ്പറേറ്റുകൾ ചേർന്നു നിയന്ത്രിക്കുന്ന മാധ്യമലോകത്ത് കൈരളി വ്യതിരിക്തതയോടെ നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിന് ഈ നൂതന സംവിധാനം ഉപകാരപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. കൂടുതൽ ആളുകളിലേക്ക് കൈരളി TV-യുടെ ആശയങ്ങൾ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭം ആപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി നാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വർത്തമാനകാലത്തിന്റെ എല്ലാ വാർത്താ ഉള്ളടക്കവും ഒത്തുചേരുന്നതാവും കൈരളി ന്യൂസ് ഓൺലൈൻ എന്ന് ചെയർമാൻ മമ്മൂട്ടി സാക്ഷ്യപ്പെടുത്തി. ലോകത്തിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൂടുതലുണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടെ ഈ ആപ്പിന് ഉപകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാളികൾ വാർത്തയറിയുന്ന രീതിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി കൈരളിയും ഒപ്പം ചുവടുവെക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് നടക്കുന്നത് മൾട്ടി കാസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സൃഷ്ടി, ഉള്ളടക്കം, അത് നമ്മൾ വിചാരിക്കാത്ത 100 കണക്കിന് പ്രതലങ്ങളിലാണ് അത് തത്തിക്കളിക്കുന്നത്. കൈരളി ന്യൂസ് ടവറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ A. വിജയരാഘവൻ, TR അജയൻ, അഡ്വക്കേറ്റ് MM മോനായി, VK മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് CK കരുണാകരൻ, AK മൂസ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൈരളി TV സീനിയർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ M. വെങ്കിട്ടരാമൻ നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 4 ചാനലുകളുടെ നിയന്ത്രണാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷന്റെ 5ാം ഇന്ദ്രിയമായി മാറാൻ ഒരുങ്ങുകയാണ് പുതിയ ആപ്ലിക്കേഷൻ. S. ജീവൻകുമാർ, തിരുവനന്തപുരം.